ഗായ്സ്, എല്ലാവർക്കും പൊന്നൂസ് മിന്നൂസ് പോൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിന്നൂസിൻ്റെ പ്യൂബർട്ടി ഫങ്ഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രായാവൽ ചടങ്ങ് ആദ്യമായിട്ടാകുമ്പോൾ ഉള്ള ഒരു ചടങ്ങ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ മിന്നൂസിൻ്റെ പ്യൂബർട്ടി സെറമണിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ നമ്മുടെ പലഹാരങ്ങൾ അങ്ങനത്തെയൊക്കെ വെക്കും. ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞൊരു സ്റ്റേജ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണിത്. ഇപ്പം ഇതെല്ലാം നമ്മൾ മേടിച്ച പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ മാരിഗോൾഡ്സാണ്. ഇതേ നമ്മൾ കുറേ വെറൈറ്റി കളേഴ്സ് പോലെ ഇങ്ങനെ മേടിച്ച് ഒരു കവറേജ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ ഇത് സെറ്റ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ് ക്ലിപ്പ് ഞാൻ രാത്രിത്തെ ഒരു ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പായിട്ട് ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് മിന്നൂസ് അപ്പോൾ ഞങ്ങൾക്ക് 3 ചടങ്ങായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം 3 ചടങ്ങിൽ ആദ്യത്തെ ചടങ്ങ് നമ്മളൊരു മഞ്ഞ വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുന്ന പോലെ ഉണ്ട്. ഒരു രീതിയിൽ നമ്മളൊരു ട്രഡീഷണൽ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. സെക്കൻഡ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് നമുക്ക് മഞ്ഞ കളർ മിന്നിന് ലാച്ച അതിട്ടിട്ട് നമ്മുടെ പലഹാരങ്ങളും നമ്മൾ കേക്കുണ്ട്. നമുക്ക് കേക്ക്, മഞ്ഞ കേക്ക് എല്ലാം വെച്ച് നമ്മൾ മഞ്ഞൾ തേക്കും, മുഖത്തിങ്ങനെ തേച്ച് പലഹാരം ഇങ്ങനെ വായി കൊടുക്കും. അതാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ നമ്മുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ, മിന്നിൻ്റെ മെയിൻ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഗോൾഡ് നമ്മൾ ഇടിയിക്കുന്നൊരു ചടങ്ങ്. അങ്ങനെയാണ് 3 ചടങ്ങായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചടങ്ങിന് വേണ്ടി മിന്നു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിന്നുവിനെ കാണാം. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ മിന്നൂസിൻ്റെ ഓവറോൾ ലുക്ക്. ഇതാണ് നമ്മൾ മഞ്ഞ വെള്ളം ഇങ്ങനെ കുടത്തിൽ ഒഴിക്കത്തില്ല കലക്കി, അപ്പം ഇടുന്ന ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ മിന്നിയുടെ ഡാൻസിനുണ്ടായിരുന്നു, സെമി ക്ലാസിക്കൽ ഡാൻസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഈ മാലയും ഈ നെറ്റിച്ചുട്ടി, ഈ അരപ്പട്ടയൊക്കെ, കുപ്പിവള, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മിന്നുവിൻ്റെ ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത്. നമ്മളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ക്ലിപ്പ് ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മിന്നൂസിൻ്റെ ഓരോ ഫോട്ടോസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് മിന്നുവിൻ്റെ ഓവറോൾ ലുക്ക്. ഇനി നമുക്ക് നേരെ നമ്മുടെ ചടങ്ങിലേക്ക് പോകാം. അപ്പം ഞാനും മഞ്ഞിട്ടിട്ടുണ്ട്, മിന്നു എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയായിട്ട് കാണാം. ബൈ. ഫ്രണ്ട്സ്, ഇവിടെ കിച്ചണിലും അമ്മ ബീഫ് കറിയുടെ പ്രിപ്പറേഷൻസിലാണ്. ഓരോ നമുക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തുവാണ്. അപ്പം നമ്മുടെ അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ചടങ്ങ് നടക്കുവാണ്. ഞാനാണ് ആദ്യം ഒഴിച്ചത്, പിന്നെ ഞാനായിരുന്നു ഒഴിച്ചത്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഒഴിച്ചുള്ളൂ. ഇത് ഞാനിയുടെ ആഗ്രഹപ്രകാരം നടത്തിയ ചടങ്ങാണ് കേട്ടോ. ഇങ്ങനെ കുടത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചുമ്മാ നമുക്കൊരു ഓർമ്മയില്ലേ, മെമ്മറീസ് പോലെ സൂക്ഷിക്കാനായിട്ട് എടുത്തൊരു ഞാൻ അങ്ങനത്തെ ഒരു ചടങ്ങായിരുന്നു ഇത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചടങ്ങ്. ഈ ചടങ്ങ് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ജമന്തിയൊക്കെ ഇട്ടൊരു കുടത്തിൽ ഇത്രയും വെള്ളം ഒഴിക്കുന്നതായിരുന്നു ഈ ഒരു ഫസ്റ്റ് ചടങ്ങ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചടങ്ങിലേക്ക്, ഫംഗ്ഷനിലേക്ക് പോകാം. നമ്മളിവിടെ ജിലേബി ലഡ്ഡു എല്ലാം സെറ്റ് ചെയ്യുവാണ്. കൂടെ സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം കുറച്ച് അതെല്ലാം കൂടെ മുകളിൽ കൂടെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് മിന്നു ഒരുങ്ങി കഴിയുമ്പോൾ നമുക്ക് മിന്നിനെ കാണാൻ കേട്ടോ. ഇതാണ് നമ്മുടെ മിന്നിൻ്റെ ഒരു സെക്കൻഡ് ഫംഗ്ഷൻ ഓവറോൾ ലുക്ക്. ഇതാണ് ഡ്രസ്സ്, ഇത് നമ്മൾ മേടിച്ചാണ് ഓർണമെന്റ്സ് പോലെ. പിന്നെ ഇതൊരു ക്രൗണ്, മേക്കപ്പ്, നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇട്ടു. ഇതാണ് സെക്കൻഡ് മഞ്ഞ കളർ ഫംഗ്ഷൻ. ഇതിനിങ്ങനെ നമ്മൾ ജസ്റ്റ് പലഹാരങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കേക്കൊക്കെ കട്ടി, അങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ. ഇത് ഇയറിംഗ് ഒക്കെ ഉണ്ട്. ഗായ്സ്, നമ്മളിത് അടുത്ത ഫംഗ്ഷനായിട്ട് മഞ്ഞൾ തേക്കുന്ന ഒരു ഫംഗ്ഷനായിട്ട് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തു. ഇങ്ങനെ ബാക്കിലും എല്ലാം സെറ്റ് ചെയ്ത് ഈ സെറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓക്കെ, അതെല്ലാം പണ്ടുന്ന ഓൾറെഡി ഉണ്ടായിരുന്നത് തന്നെയാണ്. നമ്മൾ ഇവിടത്തേക്ക് കുറേ സ്വീറ്റ്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 kg ഒരു കേക്ക് ഇങ്ങനെ ചുമ്മാ ഒരു കട്ട് ചെയ്യാൻ, ബട്ടർ സ്കോച്ചിൻ്റെ 1/2 kg, ഇങ്ങനെ മിന്നൂസ് പ്യൂബർട്ടി സെറമണി എന്ന് എഴുതിയൊരു കേക്ക് മേടിച്ചു. പിന്നെ മൈസൂർ പാൽ, ലഡ്ഡു, ജിലേബി, പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ്. അപ്പം നമ്മളിതെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേക്ക് സ്വീറ്റി കസായിൽ നിന്നാണ്. അപ്പം നമുക്കിനി നേരെ സെലിബ്രേഷനിലേക്ക് പോവാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സെലിബ്രേഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ഇച്ചിരി വായി വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ബൗളിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾ കലക്കി വെച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുഖത്ത് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് നമ്മുടെ വായിലും മിന്നുവിൻ്റെ വായിലും വെച്ച് കൊടുക്കും. അങ്ങനെയായിരുന്നു ആ ഒരു ഫങ്ഷൻ. പിന്നെ കേക്ക് കട്ട് ചെയ്തു. ആദ്യം മിന്നുവിന് ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇല്ലാതെ ഇച്ചിരി വെച്ച് കൊടുത്തു. പിന്നെ മഞ്ഞൾ തേച്ചു മുഖത്ത്. പിന്നെ സ്വീറ്റ് എന്തെങ്കിലും അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ഐറ്റം എടുത്ത് വായിലും വെച്ച് കൊടുത്തു. അപ്പോൾ ഓരോരുത്തരായിട്ട് ചെയ്തു. ഇപ്പം ഞാനിയും ബബ്ബയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മിന്നിന് മഞ്ഞളൊക്കെ തേച്ച് സ്വീറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെയ്തു കേട്ടോ, എല്ലാവരും ഇത് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് ഫങ്ഷനാണ്. പിന്നെ ഇത് കഴിഞ്ഞുള്ളത് നമ്മുടെ തേർഡ് ഫങ്ഷൻ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇടിക്കുന്നൊരു ചടങ്ങായിരുന്നു. ഇത് ഫോണിൽ വാപ്പി വിളിക്കുന്നുണ്ട്, വീഡിയോ കോള്. അപ്പം ഇവർ കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് കയറി. പിന്നെ പൈച്ച് അങ്ങനെ കയറി. അങ്ങനെ പൈച്ച് കയറിയിട്ട് മിന്നിന് മഞ്ഞൾ തേക്കാനായിട്ട്. അപ്പം ഇതെല്ലാം നമ്മളൊരു നൈറ്റ് പ്രിപ്പറേഷൻസ് ആയിരുന്നു. പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു. ഇത് സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. അറേഞ്ച്മെൻറ്റ്സ്, ഡെക്കറേഷൻ അറേഞ്ച്മെൻറ്റ്സ്. അങ്ങനെ അനീച്ചും വന്ന് തേച്ച്. അത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ലിപ്പ് കിട്ടിയില്ല. അനീച്ചിൻ്റെത് ഫോൺ തന്നപ്പോഴേക്കും പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ക്ലിപ്പ് മിസ്സായി. മമ്മ വന്ന് മഞ്ഞൾ തേച്ചിട്ടോ. മമ്മ നെറ്റി തേക്കുന്നതിന് അമ്മയോട് ചീത്ത പറയുന്നുണ്ട്. അമ്മച്ചി നെറ്റി എനിക്കുള്ള സ്ഥലമാണെന്നും പറഞ്ഞ് അമ്മയും വെച്ചു കൊടുത്തു. പിന്നെ ഞാൻ കയറിയിട്ടോ. പിന്നെ എല്ലാവരും ഉമ്മ വെച്ചുകൊണ്ട് അതൊരു ആചാരം പോലെ അങ്ങ് പോയി. എല്ലാവരും അങ്ങ് ഉമ്മ വെച്ചു. കയറുന്നവരൊക്കെ വെച്ച് പോവായിരുന്നു. ഇനി മിന്നുവിന് ലഡ്ഡു കൊടുത്തിട്ട് അടുത്ത കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. അപ്പം മിന്നു അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പിന്നെ പൈച്ച് വന്ന് അവളെ ഹെൽപ്പ് ചെയ്തു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ എല്ലാം മഞ്ഞൾ തേക്കുന്ന സ്വീറ്റ് കൊടുക്കുന്ന ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും വെച്ചു കൊടുത്തു. ഇത്രേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷൻ. എല്ലാം ചെറിയ ഫംഗ്ഷനാണ്. പക്ഷെ എന്നാലും നമുക്ക് മെമ്മറീസ് സൂക്ഷിക്കാൻ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ നമ്മുടെ ഗാലറി കിടക്കും. നമുക്കതൊക്കെ കുറേ കഴിഞ്ഞാണെങ്കിൽ എടുത്ത് നോക്കാൻ നേരം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫങ്ഷൻസ് ഒക്കെ കാണാൻ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വെച്ചു. ഒരുപാട് ആർഭാടമായിട്ടല്ലെങ്കിലും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് മിന്നുവിൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് കേട്ടോ. എല്ലാവർക്കും വെച്ചു കൊടുത്തു. നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചതൊരു വൈകിട്ടിനുള്ളിൽ ഫങ്ഷൻ തീർക്കണമെന്നായിരുന്നു. പക്ഷെ നടന്നില്ല. നമ്മൾ ഫങ്ഷൻസ് തീർത്ത് വന്നപ്പോഴേക്കും നൈറ്റായി. നമ്മൾ വൈകിട്ട് ഫങ്ഷൻ തീർത്ത് നമുക്ക് പുറത്ത് വല്ലതും പോകാമെന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ ഫങ്ഷൻ ലാസ്റ്റ് ഗോൾഡ് ഇടുന്ന ചടങ്ങ് രാത്രി നൈറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ എടുത്തത്. കാരണം ടെറസ് ആയതുകൊണ്ട് ഒരുപാട് ലൈറ്റ് ഇല്ല. അവിടെ ഉണ്ടായിരുന്ന ലൈറ്റും പിന്നെ അല്ലാത്ത ഫ്ലാഷ് ലൈറ്റും അങ്ങനത്തെയൊക്കെ വെച്ചായിരുന്നു നമ്മൾ എടുത്തത്. ചെറിയൊരു ക്ലാരിറ്റി പ്രോബ്ലം കാണും അതിന്. അപ്പോൾ മിന്നു പാഷൻ ഫ്രൂട്ട് കുടിക്കുന്ന ഒരു ജ്യൂസിൻ്റെ ഒരു വീഡിയോയും കുറേ റീൽസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാക്സിമം ഇടാം ഷോർട്സ് പോലെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേർഡ് ഫംഗ്ഷനിലേക്ക് കാണുന്നു. ഇതൊക്കെയാണ് മിന്നുവിൻ്റെ ഗോൾഡ്. പാദസരം, കമ്മൽ, ചെയിൻ, മാല, 2 റിങ്. ഇത്രയായിരുന്നു മിന്നുവിനുണ്ടായത്. ഇതാണ് ഗൈസ് മിന്നുവിൻ്റെ മെയിൻ ഡ്രസ്സ്. മിന്നുവിൻ്റെ ശരിക്കുള്ള ഫംഗ്ഷൻ്റെ ഓവറോൾ ലുക്ക്. അപ്പോൾ ഗോൾഡ് ഓരോരുത്തരായിട്ട് അണിയിക്കാൻ പോവാണ്. മിന്നുവിന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഇതാണ് മിന്നുവിൻ്റെ ഡ്രസ്സ്. മാച്ചിങ് വന്നിട്ടുണ്ട് പൈച്ചു. മിന്നു അത് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് കേട്ടോ. ഇവർ പ്ലാൻ ചെയ്തിട്ടതേ അല്ല. മിന്നുവിൻ്റെ ഡ്രസ്സ് ഇതാണ്. നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു ഫംഗ്ഷന് വേണ്ടി അടുത്ത 3ാമത്തെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. 3ാമത്തല്ല 2 ഡ്രസ്സ്, 2 എടുത്തുള്ള മഞ്ഞ ഇത് മാത്രമാണ് നമ്മളെടുത്തത്. ഫസ്റ്റത്തത് മിന്നുവിൻ്റെ മറ്റേ ഡാൻസിനൊക്കെ ഉള്ള സംഭവം പോലെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്തതാണ്. പൈച്ചു അങ്ങനെ ഗോൾഡ് ചെയിൻ ഇട്ട് കൊടുത്തു. ഒരുക്കിയതൊക്കെ മമ്മ തന്നെയാണ് കേട്ടോ. എല്ലാം ഹെയർ സ്റ്റൈലും ഒക്കെ മമ്മയാണ്. മേക്കപ്പും ഒക്കെ മമ്മ തന്നെയാണ്. ഈ ഡ്രസ്സിൽ അവൾ കുറേ റീൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം സമയം കണ്ടെത്തി ഞാൻ അപ്ലോഡ് ചെയ്യാം റീൽസ്. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ആഡ് ചെയ്യാം.
ബബ്ബ അങ്ങനെ റിങ് ഇട്ട് കൊടുത്തു. ബബ്ബ റിങ് ഇട്ട് കൊടുത്തു. അനീച്ചും റിങ് ഇട്ട് കൊടുത്തു കേട്ടോ. 2 റിങ് ഉണ്ടായിരുന്നു മിന്നുവിന്. എൻ്റെ ആ സമയത്തൊന്നും ഞങ്ങളങ്ങനെ വ്ലോഗ് എടുത്തില്ല. അപ്പോൾ ചാനലുണ്ട്, ബട്ട് നമ്മൾ എടുത്തില്ല. അപ്പോൾ ആ സമയത്തൊന്നും നമ്മളങ്ങനെ ചിന്തിച്ചില്ല അതൊന്നും എടുക്കുന്നതിൽ. ഇപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ട് നമുക്ക് മിന്നുവിൻ്റെ ഒന്നും അങ്ങനെ ഒരു പ്യൂബർട്ടി സെറമണി വ്ലോഗ് എടുത്തുകൂടാ എന്നോർത്ത് എടുത്തു. ഞാനങ്ങനെ ചെയിൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഹാൻഡ് ചെയിൻ ഇട്ട് കൊടുത്തു. അവിടെ ഇടാനായിട്ട് പാടുപെടുവാണ്, കൊളുത്തിടാനായിട്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഉമ്മ എന്നാണ് അത് അഡ്ജസ്റ്റ് ചെയ്തത്. എൻ്റെ ഡ്രസ്സ് ഇതാണ്, ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു സെറ്റായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തപ്പോൾ പീസായിട്ടാണ് എടുത്തത്. ഞാൻ ഈ ഇയർ റിങ് ഇട്ടു. എൻ്റെ ഓവറോൾ ലുക്ക് അതായിരുന്നു. കുറച്ച് ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം കേട്ടോ. മിന്നുവിൻ്റെ പ്യൂബർട്ടി സെറമണി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഇടാം. കുറച്ച് ഞാൻ ഇതിൻ്റെ എൻഡിലും ആഡ് ചെയ്യാം. ഞാൻ നമ്മൾ സൂചി എനിക്കായിരുന്നു. മിന്നുവിന് നോർമലായിട്ട് ഇടുന്നതായിരുന്നു. കാരണം അവളുടെ കാതിൻ്റെ കൂട്ട ചെറുതായി അടഞ്ഞതാണ്. അപ്പം നമ്മൾ കുറേ വട്ടം കുത്തി. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയല്ലാതെ പിന്നെ നമ്മൾ കുത്തിച്ച് പിന്നെ അടഞ്ഞു. മിന്നുവിന് ഒരു സർജറി ടൈമൊക്കെ ഉണ്ടായിരുന്നു, ഒരു അപ്പൻഡിക്സിൻ്റെ സർജറി. ആ സമയത്തൊക്കെ മിന്നുവിൻ്റെ കഥയിൽ നിന്ന് കമ്മലില്ലാത്തതുകൊണ്ട് ഊട്ടടഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഫങ്ഷൻ. ആ സമയത്ത് പിന്നെ മമ്മ വന്ന് പാദസരം ഇട്ടു. ഇത്ര ഉള്ള നമ്മുടെ ഫങ്ഷൻ. ഒരുപാട് ആർഭാടമല്ല, ഒരുപാട് ഇതുമല്ല. എൻ്റെ ആ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഒരു ഇഷ്ടപ്പെട്ടിട്ടൊരു ഡ്രസ്സായിരുന്നു. നല്ലൊരു ഡ്രസ്സായിരുന്നു. നമുക്ക് പുറത്ത് ഫങ്ഷൻസിനാണെങ്കിലും ഇടാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു 3rd ഫങ്ഷൻ ഉണ്ടായിരുന്നത്. എല്ലാവരും ഗോൾഡ് ഇട്ട് കൊടുത്തു, സെറ്റ് ചെയ്തു. പിന്നെ കുറേ റീൽസ് എടുത്തു, നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ ഒരു വ്ലോഗായിട്ട് വരുന്നവരെ കാത്തിരിക്കൂ. ബൈ.